ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആനപ്പോഴേക്കും പഴങ്ങിയോ? എടോ, കാശ് ഉണ്ടായിട്ടും ചെലവാക്കാതിരിക്കുന്നവരാ പിശുക്കന്മാര്. ചെലവാക്കാൻ കാശില്ലാത്തവരെ ദരിദ്രരെന്നാ വിളിക്കുക. ഞാനൊരു ഫസ്റ്റ് ക്ലാസ് ദരിദ്രനാ. വക്കീൽ അത്ര ദരിദ്രനൊന്നും അല്ല. അത്യാവശ്യം പ്രാക്ടീസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ, അതൊക്കെയുണ്ട്. അത്യാവശ്യം കുറച്ച് കാശും കിട്ടുന്നുണ്ട്. അതെല്ലാം ഞാൻ ഉറുമ്പിനെ പോലെ ശേഖരിച്ചു വെച്ചിരിക്കുക. എന്തിന്? ഈ വീടേ എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ. കടം കയറിയിട്ടാ ഞങ്ങളുടെ പഴയ വീട് ഞങ്ങൾക്ക് വിൽക്കേണ്ടി വന്നത്. പിന്നെ ഈ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറിയത്. ഇവിടെ വന്നിട്ടാടോ ഞങ്ങൾ സമാധാനവും സന്തോഷവും എന്നൊക്കെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ മുതൽ മനസ്സിലുള്ളൊരാഗ്രഹമാണ് ഈ വീട് സ്വന്തമാക്കണമെന്ന്. ഇത്തവണ ജോർജേട്ടൻ നാട്ടിലേക്ക് വരുമ്പോഴേ എന്നെ കൊണ്ട് പറ്റുന്ന നല്ലൊരു തുക അഡ്വാൻസോട്ട് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വീട് വാങ്ങാൻ ഒരുപാട് കാശ് വേണ്ടി വരില്ലേ? ആ, ഞാനൊരു ലോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കിട്ടുമെന്ന് തന്നെ എന്റെ വിശ്വാസം. എന്താ ഇതിനെക്കുറിച്ച് എന്നോട് നേരത്തെ പറയാത്തെ? ഓ, ഇപ്പൊ പിശുക്ക് കാണിക്കുന്നതിന് കുറ്റം പറഞ്ഞ ഞാൻ മണ്ടിയായില്ലേ? താൻ സ്വയം വണ്ടിയേന് ഞാൻ എന്ത് ചെയ്യാനാ? ആഹാ. വക്കീലെ, എന്തായത്? പട്ടാപ്പകലൊരു പുരുഷനെ പീഡിപ്പിക്കുന്നു. ഏയ് മഹിമ, ഞങ്ങള് വെറുതെ തമാശക്ക്. അതെ, കുട്ടിക്ക് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. ചേച്ചിയും കൂടി കൊണ്ടുവരായിരുന്നു ഗിരിയേട്ടന്. അവള് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയി. പിന്നെ നീ എന്താ പോകത്തെ? മഞ്ജു ഒറ്റയ്ക്ക് പൊയ്ക്കോളാന്ന് പറഞ്ഞു. സാധാരണ ചേച്ചി അമ്പലത്തിലേക്ക് പോകുമ്പോ എന്നെ വിളിക്കാറുള്ളതാണല്ലോ. നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ അവള് പോയത്. എന്താവശ്യം? നിങ്ങളുടെ കല്യാണം നല്ല രീതിയിൽ നടക്കാൻ മഞ്ജു അമ്പലത്തിൽ ഒരു നേർച്ച നേർന്നിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും അത് ചെയ്യാൻ വൈകിയതുകൊണ്ടാ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളെന്ന അവളുടെ വിശ്വാസം.